ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസീസ് വേൾഡ്. യാത്രകൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ? ഞങ്ങളും ഒരു യാത്രയിലാണ്. 400 വയസ്സിലും കരുത്തോടെ, ചുറുചുറുക്കോടെ, പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു മഹാ അത്ഭുതത്തെ തേടി, അതും ബഹ്റൈൻ മരുഭൂമിയിലൂടെ. നല്ല രസകരമാണ് കേട്ടോ മരുഭൂമിയിലൂടെയുള്ള യാത്ര. ഒടുവിൽ നമ്മൾ ആ മഹാ അത്ഭുതത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മഹാ അത്ഭുതം, ട്രീ ഓഫ് ലൈഫ്. ബഹ്റൈനിലെത്തുന്ന കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആരും തന്നെ മരുഭൂമിയുടെ നടുവിൽ 32 അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തെ കാണാതെ പോവാറില്ല. ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് ട്രീ ഓഫ് ലൈഫ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണെത്താ ദൂരത്ത് അങ്ങനെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ നടുവിൽ ഈ ഒരു പച്ചപ്പ് അതിശയം തന്നെയാണ്. ഓരോ വർഷവും വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ബഹ്റൈനിൽ 400 വർഷത്തിലേറെയായി ഒരു കോട്ടവും തട്ടാതെ നിൽക്കുന്ന ഈ ഒരു വൃക്ഷം ആരിലും അത്ഭുതമുളവാക്കുന്നവയാണ്. ജലസമൃദ്ധിയുള്ള ഫലഭൂയിഷ്ഠമായ വൃക്ഷത്തെക്കാളും ഭംഗിയും കരുത്തും ഈ വൃക്ഷത്തിനുണ്ട്. പ്രോസോപ്പിസ് സിനറേരിയ എന്നാണത്രേ ഇതിൻ്റെ നാമം. ഇവിടെ ഇത് ഷജറാത്ത് അൽ ഹയാത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അക്കേഷ്യ ഇനത്തിൽപ്പെട്ട പ്ലാന്റാണെന്നാണ് വിലയിരുത്തൽ. ഇതിൻ്റെ ഇലകളെല്ലാം എന്തൊരു ഉണർവോടെയാണ് ഇരിക്കുന്നത്. മരുഭൂമിക്ക് നടുവിൽ ഒരിറ്റു വെള്ളം കിട്ടാതെയാണ് ഇത്ര ചുറുചുറുക്കോടെ ഈ വൃക്ഷം ഇവിടെ നിലനിൽക്കുന്നത്. (2010) ആർക്കിയോളജിസ്റ്റ് ഇതിൻ്റെ പരിസര പ്രദേശത്തു നിന്നും 500 വർഷം പഴക്കമുള്ള പാത്രങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അന്നുകാലത്ത് ഇവിടെ ജീവന്റെ നിലനിൽപ്പുണ്ടായിരുന്നു എന്നതിന് തെളിവാണത്. വളരെ ചെറിയ രാജ്യമായ ബഹ്റൈനിൻ്റെ ടൂറിസത്തിന് ശക്തി പകരുന്ന ഒന്നു തന്നെയാണ് ഈ ട്രീ ഓഫ് ലൈഫ്. ഇവിടെ നിന്നും പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ 400 വയസ്സിലും ഈ ചുറുചുറുക്കോടെ നിൽക്കുന്ന ഈ ഒരു വൃക്ഷത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം. ട്രീ ഓഫ് ലൈഫിൽ നിന്ന് സൂര്യാസ്തമയവും കണ്ടിറങ്ങുന്ന ഞങ്ങളുടെ മനസ്സിലുമുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. ഇതുപോലെയുള്ള വീഡിയോസിനായി അൻസീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.